കാലാവസ്ഥ വളരെ മോശമാകുന്നു. F-16 വിമാനങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുന്നു. നൈറ്റ് ഹാക്കിലെ പൈലറ്റായ ഡാരൽ സെൽക്കോവിനോട് മിഷനുമായി മുന്നേറാൻ കൽപ്പന വരുന്നു. സെർബിയ പൊതുവെ ശാന്തമായിരുന്നു. രാജ്യത്തിൻ്റെ വ്യോമാതിർത്തികൾക്ക് കാവലിരിക്കുന്നവർ ഉറങ്ങുകയായിരുന്നില്ല. ഏതു നിമിഷവും അമേരിക്കയുടെ ആക്രമണം അവർ പ്രതീക്ഷിച്ചിരിക്കണം. അതിനായി ആ ദിവസം വ്യോമസുരക്ഷ ലഫ്റ്റനന്റ് കേണൽ സോൾട്ടൻ ഡാനി എന്ന സമർത്ഥനായ വൈമാനികൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. തങ്ങളുടെ ആകാശം സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഹൈ ഫ്രീക്വൻസി റഡാർ ഡിസ്പ്ലേയിൽ അവരൊരു കാഴ്ച കണ്ടു. കുരുവിയുടെ വലിപ്പമുള്ള ഒരു അജ്ഞാതർ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ അതിവേഗം പറന്നു വരികയാണ്. P-18 ലോ ഫ്രീക്വൻസി റഡാർ ഉപയോഗിക്കുന്നു. ഇതിൽ കൃത്യമായി നൈറ്റ് ഹാക്കിനെ ലൊക്കേറ്റ് ചെയ്യുന്നു. എന്താണ് P-18 റഡാർ? ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റമാണിത്. റേഞ്ച് 250 കിലോമീറ്റർ, ഫ്രീക്വൻസി 150 MHz to 170 MHz, പീക്ക് പവർ 260 കിലോമീറ്റേഴ്സ്. സെർബിയയുടെ സാം സിസ്റ്റം ഒരു മിസൈൽ ലോക്കിനായി അക്ഷമയോടെ കാത്തിരുന്നു. അപകടം നിറഞ്ഞ ആ ദൗത്യം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ ആകാശത്ത് തൻ്റെ മിഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് സെൽക്കോവ്. നൈറ്റ് ഹാക്കിൻ്റെ വെപ്പൺ ബേ തുറക്കപ്പെട്ടു. അന്തരീക്ഷത്തിൽ GBU-27 പാവേ 111 ലേസർ ഗൈഡഡ് ബോംബുകൾ പ്രത്യക്ഷമായി. അവ സെർബിയൻ വ്യോമതാവളങ്ങളിൽ കാര്യമായ നാശം വിതച്ചു. എന്താണ് GBU-27? ഒരു ലേസർ ഗൈഡഡ് ബോംബാണ്.